ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സിനണിംസ് ആൻഡ് ആൻറ്റണിംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ. ഹിയർ വി ഗോ. നോക്കൂ, സിനണിംസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇതിന് പര്യായ പദങ്ങൾ എന്ന് പറയും. അഥവാ ഒരേ അർത്ഥങ്ങളുള്ള അല്ലെങ്കിൽ സമാന അർത്ഥങ്ങളുള്ള പദങ്ങൾക്കാണ് സിനണിംസ് എന്ന് പറയാം. എന്തിനാണ് സിനണിംസ് നാം പഠിക്കുന്നത്? എന്തിനാണ് അവയെക്കുറിച്ച് അറിയുന്നത്? വ്യത്യസ്ത സെൻറ്റൻസുകളിൽ ഒരേ പദങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ശ്രോതാക്കൾക്ക് വിരസമാവുകയും അതുപോലെ തന്നെ ബോറിംഗ് ആവുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനണിംസ് നാം പഠിക്കുന്നതും അവ നമ്മുടെ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കേണ്ടതും. ഉദാഹരണമായിട്ട് സ്മാർട്ട് എന്നുള്ള വാക്കെടുക്കാം നമുക്ക്. അപ്പോൾ 1, 2, 3 വിദ്യാർത്ഥികളെ കുറിച്ച് അവൻ സ്മാർട്ടാണ്, അവൾ സ്മാർട്ടാണ് എന്ന് പറയണം. നമുക്ക് പറഞ്ഞു നോക്കാം. ഹീ ഈസ് സ്മാർട്ട്, ഷീ ഈസ് സ്മാർട്ട്, രാജു ഈസ് സ്മാർട്ട്. അപ്പം 3 സെൻറ്റൻസുകളിലും ഒരേ അർത്ഥം വരുന്ന ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത്. ശ്രോതാക്കൾക്ക് അതൊരു ബോറിംഗ് ആയി തോന്നും. അതിനു വേണ്ടിയിട്ടാണ് ഒരേ അർത്ഥം വരുന്ന അല്ലെങ്കിൽ സമാന അർത്ഥം വരുന്ന വാക്കുകൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ബോറിങ്ങിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. ഈ സെൻറ്റൻസുകൾ നമുക്ക് മാറ്റി ഇങ്ങനെ പറയാം. ഹീ ഈസ് സ്മാർട്ട്, ഷീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ ആൻഡ് രാജു ഈസ് ക്ലെവർ ബോയ്. നോക്കൂ, ക്ലെവർ, ഇൻ്റലിജൻറ്റ്, സ്മാർട്ട് 3 പദങ്ങൾ ഉപയോഗിച്ചു. 3നും സമാന അർത്ഥമാണ് അല്ലേ? അപ്പോൾ ഇവകൾക്കാണ് സിനണിംസ് എന്ന് പറയാം. ഈ സിനണിംസ് എങ്ങനെയാണ് നമുക്ക് കൈക്കലാക്കാൻ പറ്റുക? ബൈ റീഡിങ് ഇറ്റ് സെൽഫ്. നല്ലോണം വായിക്കണം. വായിച്ചാൽ ഒരുപാട് പര്യായ പദങ്ങൾ, സിനണിംസ് നമുക്ക് കൈക്കലാക്കാനും അവ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അടുത്തൊരു ഉദാഹരണം പറയാം. ഫാസ്റ്റ്, ക്വിക്ക്, റാപ്പിഡ് 3നും ഒരേ അർത്ഥമാണ്. അടുത്ത സിനണിംസ് സ്റ്റാർട്ട്, ബിഗിൻ, കമൻസ്. നെക്സ്റ്റ് വൺ ബിഗ്, ഹ്യൂജ്, ജൈഗാൻറ്റിക്, എനോർമസ്. അപ്പോൾ ഇവകൾക്കാണ് സിനണിംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻറ്റണിംസിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ. ആൻറ്റണിംസ് എന്ന് പറഞ്ഞാൽ സിനണിംസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അഥവാ വിപരീത പദങ്ങൾ. എന്തിനാണ് ഈ വിപരീത പദങ്ങൾ നാം അറിഞ്ഞു വയ്ക്കുന്നത്? അത് നമ്മുടെ സെൻറ്റൻസുകൾക്ക്, നമ്മുടെ സംസാരങ്ങൾക്കൊക്കെ ഭംഗി കൂട്ടാനും വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാക്കാനും, ചില സന്ദർഭങ്ങളിൽ ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പറയേണ്ടി വരും. ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ആൻറ്റണിംസ് നാം അറിഞ്ഞു വെക്കുന്നത്. ഉദാഹരണം പറയാം നമുക്ക്. ഹാപ്പി, ഹാപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സാഡ്. ഓക്കെ. ഫുൾ, എംപ്റ്റി. ന്യൂ, ഓൾഡ്. സിമ്പിൾ, കോംപ്ലക്സ്. ക്ലീൻ ആൻഡ് ഡേർട്ടി. കുറച്ച് ഉദാഹരണങ്ങളെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓവറോൾ വി ഡിസ്കസ്ഡ് അബൌട്ട് സിനണിംസ് ആൻഡ് ആൻറ്റണിംസ്. So I hope you understood the difference between synonyms and antonyms. I wind up over here. I'll see you in my next video. Bye.